നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. കടപ്പത്രം വഴി പൊതുവിപണിയിൽ നിന്നാണ് 3000 കോടി സമാഹരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നതെന്നാണ് ധനവകുപ്പിന്റെ വാദം. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെയാണ് കടമെടുപ്പ്. ഇതിനായുള്ള ലേലം ഫെബ്രുവരി 4-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്കുബർ സംവിധാനം വഴി നടക്കും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ചിലവുകൾ വർദ്ധിക്കുന്ന മാസങ്ങളാണ്. ഈ മാസങ്ങളിലേക്കുള്ള ചിലവുകൾ കൂടി കണ്ടെത്താനാണ് സർക്കാർ വായ്പ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പൊതുവിപണിയിൽ നിന്ന് 2500 കോടി രൂപ കടമെടുത്തിരുന്നു. സാമ്പത്തിക വർഷത്തിലെ അവസാന പാദം കടമെടുക്കാൻ അനുമതി തേടി കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഇതിന് അനുകൂല മറുപടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ കടമെടുക്കുന്നത്. പാവങ്ങൾക്ക് കൂടുതലായി നൽകുന്ന 1600 രൂപയുടെ പ്രതിമാസ സാമൂഹിക സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം. സംസ്ഥാനത്ത് ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ടെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. വൻ തട്ടിപ്പ് കണ്ടെത്തിയതോടെ മുഴുവൻ പട്ടികയും പരിശോധിക്കാനാണ് ധനവകുപ്പ് തീരുമാനം. വാർഡ് തല പരിശോധന നടത്താന് തീരുമാനിച്ചിരിക്കുന്നത്. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖസൗകര്യങ്ങളുണ്ടെന്ന് ധനവകുപ്പ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടിയും കൂടുതൽ വലുപ്പമുള്ളതാണ്. ഈ കണ്ടെത്തലുകളെ തുടർന്നാണ് തദ്ദേശ വാർഡ് തലത്തിൽ നിന്ന് തന്നെ പട്ടിക പരിശോധിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. വാഹനം, വലിയ വീട്, കൂടുതൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് പട്ടിക തയ്യാറാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹനം, റവന്യൂ, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കാനും ആദായ നികുതി വകുപ്പിൽ നിന്ന് വിവരം തേടാനും തീരുമാനിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ പുതിയ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം. ബജറ്റിന് മുന്നോടിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.